അപ്പോൾ നമ്മുടെ ബസ് മിലാറ്റ് ഇൻഡോനേഷ്യയിലെ കുറച്ച് പുതിയ വീഡിയോസ് നമ്മൾ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉത്സവത്തിൻ്റെ സെറ്റപ്പ്, നമ്മുടെ ആനകളും സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുക എന്നുള്ള ഫുൾ വീഡിയോ നമ്മളിപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചാനലിൽ. അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കേരള ട്രാഫിക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിക്കാനുള്ളത്. അതിന് കേരള ട്രാഫിക്കിനെ പുതിയ വെർഷൻ എങ്ങനെ ആഡ് ചെയ്യാം, അത് ഈസി ആയിട്ട് എങ്ങനെ ആഡ് ചെയ്യാം, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോയിൽ കിടക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അതിന് നോട്ടിഫിക്കേഷൻ ഇല്ല. അങ്ങനെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് ബസ് മിലാറ്റ് ഇൻഡോനേഷ്യയിൽ നമ്മുടെ ഏറ്റവും പുതിയ കേരള ട്രാഫിക്കിനെ ആഡ് ചെയ്യാനാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ KBRൻ്റെ ലാസ്റ്റായിട്ട് റിലീസ് ചെയ്ത കേരള ട്രാഫിക്കാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഗൂഗിൾ എടുത്തതിന് ശേഷം KBR കമ്മ്യൂണിറ്റി എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഫസ്റ്റ് തന്നെ ഒരു ടീം KBR കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് വരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ആയിരിക്കും വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ മുകളിലേക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇതേപോലെ കുറേ ലിവറികളും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം ഇവിടെ ബസ് ID വേർഷൻ 4.3.4 മോഡ് APK + OBB കേരള ട്രാഫിക് എന്ന് പറഞ്ഞിട്ട് സംഭവം കാണാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. അതിൽ APK + OBB ജെറ്റ് ബസ് ഡോൺ വേരിയൻ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് വേരിയൻറ്റുകളുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫസ്റ്റുള്ള ഒന്നും സെലക്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ 3 ഫയലുകളാണ്. ഒന്നാമത്തെ ഇൻസ്റ്റാൾ മാപ്പ് APK ഫയൽ, അതായത് നമുക്ക് എല്ലാ മാപ്പുകളും വേണമെങ്കിൽ ആ ഒരു ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യണില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ബസ് IDയുടെ ഫയലും അതേപോലെ തന്നെ OBB ഫയലും മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യണുള്ളൂ. അപ്പോൾ ഇവിടെ ലിങ്ക് APK എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു 338 MB നമ്മുടെ ബസ് IDയുടെ APK ഫയലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വെയിറ്റ് 2 സെക്കൻഡ്സ് കഴിഞ്ഞ ശേഷം ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ഡൗൺലോഡ് 8.8 MB എന്ന് പറഞ്ഞൊരു സംഭവം കാണാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡൗൺലോഡ് ഇപ്പോൾ സ്റ്റാർട്ടാവും. അതിനുശേഷം നമുക്ക് നമ്മുടെ OBB ഫയലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് സ്റ്റാർട്ടായിട്ട് അതിനുശേഷം നമ്മുടെ OBB ഫയൽ എടുത്തത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇവിടെ OBB ഫയൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ലിങ്ക് OBB എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ GP ലിങ്ക്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് ഇത് ആഡ് ആവുന്നത്. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മളിവിടെ ഏതെങ്കിലും ഒരു ആഡുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. അപ്പോൾ ഇതേപോലെ ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ വെരിഫൈ ബട്ടൺ വരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഒരു കണ്ടിന്യൂ ബട്ടൺ കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരത്തെ പോലെ ഒരു 15 സെക്കൻഡ് കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ 15 സെക്കൻഡ് കഴിയുമ്പോൾ ഇതുപോലെ വെരിഫൈ എന്ന് പറഞ്ഞിട്ട് ബട്ടൺ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരത്തെ പോലെ തന്നെ മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ കണ്ടിന്യൂ ബട്ടൺ കാണാം. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി നമ്മളൊരു 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ലാസ്റ്റത്തെയാണ്. അപ്പോൾ 3 പ്രാവശ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ശരിക്കും ഒറിജിനൽ പേജിലെത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനുശേഷം നേരത്തെ പോലെ തന്നെ വെരിഫൈ അടിക്കുക. അതിനുശേഷം മുകളിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. ഏറ്റവും അടിയിലൊരു കണ്ടിന്യൂ ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഒറിജിനൽ പേജിലേക്ക് നമ്മളെത്തും. അപ്പോൾ GP ലിങ്ക്സിൻ്റെ പേജിലെത്തി. അപ്പോൾ ഇവിടെ ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് തന്നെ ജസ്റ്റ് വെരിഫൈയിങ് ആണ്. വെരിഫൈന് ശേഷം ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മുടെ ബസ് IDയുടെ ഫയലെത്തും. അപ്പോൾ ഇവിടെ ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക. ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. അതിനുശേഷം മുകളിലേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫയൽ ഇപ്പോൾ ഇവിടെ ഡൗൺലോഡായി സ്റ്റാർട്ടാവും. അപ്പോൾ ഫയൽ ഡൗൺലോഡ് ആയിട്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചത്. അപ്പോൾ നമ്മുടെ 2 ഫയൽ ഇവിടെ ഡൗൺലോഡായി കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് APK ഫയൽ എടുക്കുക. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ബസ് മിലാറ്റ് ഇൻഡോനേഷ്യ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അതിന് ശേഷം മാത്രം ഈ ഒരു APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് APK ഫയലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അതിന് ശേഷം ഇവിടെ എക്സ്ട്രാക്ട് ഫയൽസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. അതിനുശേഷം ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുക. ഏതെങ്കിലും ഒരു ലൊക്കേഷൻ എടുക്കുക. എക്സ്ട്രാക്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫയൽ ഇപ്പോൾ എക്സ്ട്രാക്ട് ആയി കിട്ടും. അപ്പോൾ നമ്മൾ APK ഫയലാണ് ആദ്യം എക്സ്ട്രാക്ട് ചെയ്യുന്നത്. കാരണം അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ OBB ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതേപോലെ ഫോൾഡർ വരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേപോലെ APK ഫയലിൽ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ സ്റ്റാർട്ടിങ് ആപ്പ് കാണാം. അതിനുശേഷം ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരും. അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ വൈറ്റ് സ്ക്രീൻ ആയിട്ടായിരിക്കും വരിക. കാരണം നമ്മൾ OBB ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാത്ത കാരണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ OBB ഫയൽ അതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇനി നമ്മൾ OBB ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പാടും. അപ്പോൾ ജസ്റ്റ് OBB ഫയലിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഏതെങ്കിലും ഒരു ലൊക്കേഷൻ എടുക്കുക. ഞാൻ അലാംസ് ആണ് എടുക്കുന്നത്. അതിനുശേഷം ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ APK ഫയൽ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇവിടെ എക്സ്ട്രാക്ട് ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ നമുക്ക് ഓർമ്മ വേണം. ഞാൻ ജസ്റ്റ് അലാംസിലാണ് എക്സ്ട്രാക്ട് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ OBB ഫയൽ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സെറ്റ് ആർച്ചീവർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം.
സെറ്റ് ആർച്ചീവർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത വെച്ചാൽ ആ ലൊക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാണ് OBB ഫയലിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ അതെടുത്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മെയിൻ ഫയൽ അമർത്തി പിടിച്ചതിന് ശേഷം കോപ്പി അല്ലെങ്കിൽ ജസ്റ്റ് കട്ട് കൊടുക്കുക. അതിന് ശേഷം ഇൻറ്റേർണൽ സ്റ്റോറേജ് അല്ലെങ്കിൽ ഡിവൈസ് സ്റ്റോറേജ് എടുക്കുക. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് എടുക്കുക, OBB എടുക്കുക, ബസ് സിമുലേറ്റർ എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള നമ്മുടെ സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ഗെയിം ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിൻ്റെ ടോട്ടൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. അത്യാവശ്യം ലൈറ്റിങ് സംഭവങ്ങളൊക്കെ ഉള്ള ബസ്സാണ്. അപ്പോൾ ഇവിടെ കഥകളിയുടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ KBRൻ്റെ ആണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥകളിയുടെ ബാക്ക്ഗ്രൗണ്ട്. സംഭവങ്ങളൊക്കെ ഫുള്ള് കഥകളിയാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഗെയിം ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മുടെ ബാക്കി കേരള ട്രാഫിക്കിലുള്ള വണ്ടികളൊക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ ഗെയിം. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരാം. ഇൻറ്റീരിയർ ഈ ഒരു ലുക്കിലാണ്. പിന്നെ അതുപോലെ തന്നെ അശോക് ലൈലാൻഡിൻ്റെ സ്റ്റിയറിംഗ് ആണ് ഇവിടെ സൈഡിലുള്ളത്. സാധാരണ KBRൻ്റെ എപ്പോഴും അങ്ങനെ തന്നെയാണ് അത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. അപ്പോൾ അതിൻ്റെ ലൈറ്റിങ് ഞാൻ നേരത്തെ ജസ്റ്റ് കാണിച്ചതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ലൈറ്റിങ് വരുന്നത്. പിന്നെ ബാക്കി ട്രാഫിക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാം. നമ്മുടെ കുറേ കേരളത്തിലെ വണ്ടികൾ, അടിപൊളി വണ്ടികൾ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ടൂറിസ്റ്റ് ബസ്സുകൾ സംഭവങ്ങളൊക്കെ കാണാം, പ്രൈവറ്റ് ബസ്സുകൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ ഇൻറ്റീരിയർ വ്യൂട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് ബസ്സുകൾ കുറേ വരുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തുനിന്ന് ടെമ്പോ ട്രാവലർ, അതേപോലെ തന്നെ കേരളത്തിലെ കുറേ വണ്ടികൾ അതൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഹോണ്ട സിറ്റിയൊക്കെ അതേപോലെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾ ഇവിടെ ബാക്കിൽ കുറേ എണ്ണം കിടക്കുന്നുണ്ട്. സാഗര എന്നാണ് തോന്നുന്നു പേര്. അപ്പോൾ അതാണ് പ്രൈവറ്റ്. അപ്പുറത്തുനിന്ന് വേറെ പ്രൈവറ്റ് ബസ് പോകണു. പിന്നെ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി. ഇവിടെ നമ്മുടെ ടൂറിസ്റ്റ് ബസ് ഒന്ന് പോണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പിന്നാലെ ഒന്ന് പോയി നോക്കാം. അത് 1S ആണ് തോന്നുന്നു പോയത്. 1S ഞാൻ തോന്നുന്നു ഈ ഒരു ട്രാഫിക് മോഡിലുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് അതിനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ പിന്നാലെ പോയി നോക്കാം. അതിനെ കാണാനില്ല എന്ന് തോന്നുന്നു. എന്തായാലും ജസ്റ്റ് ഈ വഴി ഒന്ന് പോയി നോക്കാം. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ വഴിയാണ് നേരത്തെ പോയത്. അത് കാണുന്നില്ല, അത് പോയി തോന്നുന്നു. എന്തായാലും 1S ബസ്സൊക്കെ ഉണ്ട്, ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെ 1S അപ്പുറത്തൂടെ പോകണു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പിന്നാലെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 1S. അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേരള ട്രാഫിക് എന്തായാലും. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തൊക്കെ. എന്നോട് കുറേ പേരായി ചോദിക്കുന്നത് കേരള ട്രാഫിക്കിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്തത്.